കണ്ണൂർ ഇരിട്ടിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെക്കാൻ വയനാട്ടിൽ നിന്ന് പ്രത്യേക സംഘം. കളക്ടറുടെ ഉത്തരവ് ലഭിച്ച ശേഷമായിരിക്കും നടപടികൾ സ്വീകരിക്കുക. സന്തോഷ് ചേരുന്നു. സന്തോഷ്, കണ്ണൂർ എവിടെയാണ് പുലി ഇറങ്ങിയത്? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ഷമ്മി, കണ്ണൂർ ഇരിട്ടിക്കടുത്ത കാക്കയങ്ങാട് ടൗണിനോട് ചേർന്നുള്ള സ്ഥലത്താണ് പുലിയെ കണ്ടത്. ഇന്ന് പുലർച്ചെയാണ് പുലി ഒരു കേബിളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ ഇവിടെയുള്ള പ്രദേശവാസികൾ കണ്ടെത്തിയത്. അത് പന്നിക്കെണിയാണോ എന്നുള്ള കാര്യം സംശയമുണ്ട്. പുലി ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. പുലിയെ വെടിവെക്കുന്നതിനായി മയക്കുവെടിവെച്ച് കൂട്ടിലാക്കുന്നതിനായി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം, ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ രാജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും എല്ലാം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുലിയെ കണ്ടിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇത് എത്ര മണിക്കാണ് ഇത് കണ്ടത്? 6:30 നമ്മൾ കണ്ടത്. 6:30 അനിയൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്തോ ഒരു ജീവി പറമ്പത്ത് നിൽക്കുന്നുണ്ട് എന്ന് നോക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ വരുന്നത്. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു ജീവി എന്നെക്കുള്ള ചാടുകയായിരുന്നു. പക്ഷെ അത് പുലിയാന്നൊരു സംശയം തോന്നി എനിക്ക്. എന്നിട്ട് ഇവിടെ വേറെ 3-4 ആൾക്കാരെ വിളിച്ച് അവർ വന്ന് നമ്മൾ കോണിയെല്ലാം വെച്ച് മരത്തിൻ്റെ മുകളിൽ കോണി വെച്ച് എല്ലാം വെച്ച് മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ അത് പുലിയാന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ പിന്നെ ആൾക്കാരെല്ലാം വിളിച്ച് പോലീസിനും ഫോറസ്റ്റ്. മുൻപെപ്പോഴെങ്കിലും വന്യമൃഗങ്ങളുടെ ഇതുവരെ ഇല്ല, അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ പുറമെ മറ്റുള്ള ഇതുവരെ എല്ലാം ഇങ്ങനെ കണ്ടിന്യൂ എന്ന് പറയുന്നത് രാത്രിക്കെല്ലാം റബ്ബർ വെട്ടുന്നവർ കണ്ടിന്യൂ എന്നെല്ലാം പറഞ്ഞേക്കുന്നത്. പിന്നെ കുറച്ച് ദൂരോട്ടല്ല. പക്ഷേങ്കിൽ ഇപ്പം നമ്മളെ ഇവിടെയൊന്നും അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇതൊരു ജനവാസ മേഖലയാണ്, ടൗൺ മേഖലയാണ്. ഇവിടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും എത്തിച്ചേർന്നിട്ടുണ്ട്. പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉണ്ട്. ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. തീർത്തും ആശങ്കയുണ്ടാക്കും. കാരണം കാക്കയങ്ങാട് എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പാണ്. മുഴക്കുന്ന് പഞ്ചായത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, നിരവധി ബാങ്കുകൾ, ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾ, കോളേജൊക്കെ സമീപത്തുള്ള സ്ഥലമാണ്. അതിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു വീട്ടുപറമ്പിൽ പുലി കുടുങ്ങിയെന്ന് പറയുന്നത് ആശങ്കയുണ്ടാക്കും. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആളുകളുണ്ട്, വിവിധ ആവശ്യങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, പട്ടണത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, പാല് കറന്ന് മിൽക്ക് സൊസൈറ്റിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഈ പുലിയുടെ ഒരു ഭീഷണിക്ക് വിധേയമാകാനിടയുണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെയൊന്ന് പുലിയെ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ പുലി സമീപ പ്രദേശത്ത് പായം പഞ്ചായത്തിൽ 2 ദിവസം മുമ്പ് കണ്ടതാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഫോറസ്റ്റുകാരത് അംഗീകരിക്കില്ല. ഇതിപ്പോൾ ഏതായാലും ഒരു വലിയ ബോധ്യം ഉണ്ടാകേണ്ട ഒരു, ഇത്രയും ജനവാസ മേഖലയിൽ പോലും ഇത്രയും കരുത്തറ്റ ഒരു പുലി, നല്ല ജീവനുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുലിനെ കാണുന്ന എന്ന് പറഞ്ഞാൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മൃഗങ്ങൾക്കും മനുഷ്യനും വലിയ ഭീഷണിയാണിത്. അപ്പോൾ ഗൗരവത്തിൽ കാണണം. ഏതായാലും ഗൗരവത്തിൽ ഈ വിഷയം കാണണം ഫോറസ്റ്റ് വകുപ്പ് ഉൾപ്പെടെ എന്നുള്ളതാണ് MLA ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം. ഒരു വീട്ട് പറമ്പിൽ തന്നെ ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു പുലിയെ കണ്ടെത്തിയത്, കേബിളിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പുലിയെ ഏതായാലും മയക്കുവെടി വെക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പുലി മയക്കുവെടി വെച്ച് അതിനെ കൂട്ടിലാക്കി ഇവിടെ നിന്നും മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമ്മി. സന്തോഷ്, ഇത് എത്ര കാലമായി ഈ പുലി ഈ മേഖലയിൽ ഇറങ്ങി ജനങ്ങൾക്ക് ഭീഷണിയായി സ്വൈര്യ വിഹാരം നടത്താൻ തുടങ്ങിയിട്ട്? കുറച്ചു കാലമായി ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ഈ ഒരു പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആദ്യമായാണ് ഈ ഒരു സ്ഥലത്ത് കാണുന്നത്. ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പുലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ മറ്റ് സമീപ പ്രദേശങ്ങളിൽ പുലി ഉണ്ടായിരുന്നു. സമീപ പ്രദേശത്ത് പുലി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷം മുമ്പേ പുലിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ടാപ്പിംഗ് തൊഴിലാളികൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആംബുലൻസ് ഡ്രൈവർ പുലി ക്രോസ് ചെയ്ത് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഫോറസ്റ്റുകാർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് കാട്ടാന ശല്യം ഉണ്ടായിട്ടുണ്ട്, പന്നി സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ പുലിനെ നേരിട്ട് കാണുന്നത് ആദ്യമാണ്. വേറെ ഈ വാർഡ് മെമ്പറാണ്. അതെ, എൻ്റെ പേര് ഈ മുഴക്കുന്ന പഞ്ചായത്തിൻ്റെ 7ാം വാർഡ് മെമ്പറാണ്. പേര് മോഹനൻ. ഇപ്പോൾ എന്ത് നടപടി ഇവിടെ? ഇപ്പോൾ നടപടി എന്ന് പറയുന്നത് ഇപ്പം എല്ലാ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും എത്തിയിട്ടുണ്ട്. DFO അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. മയക്കുവെടി വെക്കാനുള്ള ഡോക്ടറും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ പിടിക്കാൻ കഴിയുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാരും. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ പുലിയെ മയക്കുവെടി വെച്ച് മാറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. ഷമ്മി. സന്തോഷാണ് കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.